സ്വർഗത്തിലേക്ക് നേരങ്ങ് പോകാൻ നേരമായിട്ടില്ല. ഇന്നി റഅയ്തുഹു ഫിന്നാർ ഫീ ബുർദത്തിൻ ഗല്ലഹാ ഫീ ബുർദത്തിൻ ഗല്ലഹാ. ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അറിവിൽ ഞാൻ ഇന്നി റഅയ്തുഹു ഫിന്നാർ, അയാളെ ഞാൻ നരകത്തിൽ കാണുന്നു സ്വഹാബ. കാരണം ഫീ ബുർദത്തിൻ ഗല്ലഹാ, യുദ്ധം കഴിഞ്ഞ് ശത്രുക്കൾ ഇട്ടേച്ചോടിപ്പോകുന്ന യുദ്ധമുതലുണ്ട്, വാർബൂറ്റി എന്ന് പറയുന്ന യുദ്ധസമ്പത്ത്. ആ യുദ്ധസമ്പത്തിൽ ഒരു കാഫിറായ മനുഷ്യൻ തോളിൽ ധരിച്ചിരുന്ന ഷാള്, നമ്മൾ തല തോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മുണ്ടില്ലേ, ആ മുണ്ടോളം വലുപ്പമുള്ള ഒരു കഷ്ണം, തുണിക്കഷ്ണം, അന്നത് വലുതാണ്. ആ ഒരു തുണിക്കഷ്ണം ഗനീമത്തിന്റെ സ്വത്തായി നബി തങ്ങൾ സ്വഹാബികൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതാണ്. ആ തുണിക്കഷ്ണം ആരാരും അറിയാതെ കൈക്കലാക്കിയിരുന്നു അദ്ദേഹം. അത് മോഷ്ടിച്ചതിന്റെ പേരിൽ അയാൾക്ക് നരകശിക്ഷ അള്ളാഹു കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഇപ്പോഴും കടക്കാൻ നേരമായിട്ടില്ല, നരകം കടന്നിട്ടേ സ്വർഗത്തിലെത്തൂ എന്ന് ഫീ ബുർദത്തിൻ ഗല്ലഹാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് മോഷ്ടിക്കാൻ നിൽക്കണ്ട, ഫിറ്റിംഗ് റൂമിൽ പോയിട്ട് 4 പാൻറ് ഇട്ടിട്ട് ബില്ലൊടുക്കാതെ ഇറങ്ങിപ്പോരാൻ നിൽക്കണ്ട. ഫീ ബുർദത്തിൻ ഗല്ലഹാ, ചെറിയ ഒരു തുണിക്കഷ്ണം മോഷ്ടിച്ചതിന്റെ പേരിൽ അള്ളാഹ് ജീവൻ കൊടുത്ത സ്വഹാബി, മരിച്ചു കിടക്കുന്ന സ്വഹാബിയെ നോക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഖല്ലാ, ഇപ്പോഴും സ്വർഗത്തിലെത്താനായിട്ടില്ല, എത്തും, ഈമാനുള്ളവർ രക്ഷപ്പെടും. പക്ഷേ ചില തിന്മകൾക്ക്, ചില തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ബോധ്യമുള്ള, അറിവുള്ള, പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ചെന്ന് പൊരുത്തപ്പെടിക്കണേ, മടി കാണിക്കരുത്. അതിൽ ലജ്ജിച്ചു പോവണ്ട, നാണിച്ചു പോവണ്ട. നാളെ പരലോകം രക്ഷപ്പെടാനാണ്. വിശ്വാസത്തിന്റെ കരുതൽ മുതൽ നമ്മുടെ കൈകളിൽ വേണം. ഇത് വല്ലാത്തൊരു യാത്രയാണ്. ഈ യാത്രക്കാണ് അള്ളാഹു നമ്മളെ ഉമ്മയുടെ ഉദരത്തിലൂടെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് നല്ലൊരു ജീവിതം തന്നത്. അതിനാണ് അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് ആ നേരത്തേക്കുള്ള യാത്ര റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആഖിറമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊന്നായി മാറുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണത്. ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ആർക്കാണ് കള്ളുകുടിക്കാനും വ്യഭിചരിക്കാനും തോന്നിവാസം ചെയ്യാനും അവസരമുണ്ടായാൽ വേണ്ടെന്ന് വെക്കുന്നവരാരാണ്? പക്ഷേ ലൗലൽ ആഖിറ, പരലോകമില്ലായിരുന്നെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികളിൽ ഇസ്ലാമിലും ജാഹിലിയ്യത്തിലും നല്ല കൈക്കരുത്തുണ്ടായിരുന്ന മഹാൻ, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്ന മഹാൻ, എന്തും അറേബ്യയിൽ ചെയ്യാൻ ഒരാളും ഉമർ റളിയല്ലാഹു അൻഹുവിന് തടസ്സം നിൽക്കില്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ആഖിറ, പരലോകമില്ലായിരുന്നെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ. നിങ്ങളെ കാണുന്ന ഉമറല്ല, ഈ കാണുന്ന ഉമറാവില്ല. ഈ ഉമർ ഇങ്ങനെ പാവമായത് പരലോകമുണ്ട് എന്ന പേടി കൊണ്ടാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ആള് മാറിപ്പോയേനെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനെ, ഇത് നമ്മുടെ മനസ്സുകളിലേക്കൊന്ന് കടക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്കൊന്ന് കടക്കണം. ആരോഗ്യം നശിച്ചു പോകും. നമ്മുടെ തമാശയും ചിരിയും കളിയും ഹലാലിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഹറാമുകളെ കൊണ്ട് ആസ്വദിക്കല്ലേ. നമ്മൾ നമ്മെ ടോർച്ചർ ചെയ്യുകയാണ്, നമ്മളെ തന്നെ ശിക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇടപാടുകൾ തീർത്തേക്കണേ, മനുഷ്യരോടുള്ള ഇടപാടുകൾ. പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരാളും നമ്മളോട് കടം വാങ്ങിക്കാനായി, പടച്ചവനെ അവനെനിക്ക് തരാനുണ്ട്, അവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവൻ ഫേസ്ബുക്കിൽ മോശമായത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവൻ എൻ്റെ പിക്ചർ എടുത്തിട്ട് കളിച്ചിട്ടുണ്ട്, പടച്ചവനെ എൻ്റെ അവകാശമില്ലാതെ, എൻ്റെ സമ്മതമില്ലാതെ എന്നെക്കുറിച്ച് ഇന്നതെല്ലാം എഴുതിവിട്ടിട്ടുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ആയിരിക്കാം നാളെ പരലോകത്ത് മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പതിക്കാനും തകരാനും കാരണമാകുന്നത് ഒരുപക്ഷെ നമ്മൾ തമാശ കളിക്കുന്ന നമ്മുടെ മീഡിയകളായിരിക്കാം. ഇത് ചില്ലറയല്ല. വിശ്വാസത്തിന്റെ കരുതൽ മുതൽ നമ്മുടെ കൈകളില്ലെങ്കിൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളോട് ഒരാൾ പറഞ്ഞു, റഅയ്തു റജുലൻ ഖതല റജുലൻ ദുൽമാ.
ആർക്കും ഞാൻ ഉഷാറാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഒരാണും ഒരു പെണ്ണും അവകാശവാദം പറയല്ലേ. അതാരും പറയണ്ട. ഹജ്ജ് ചെയ്തു എന്ന് വിചാരിച്ചു, ഉംറ ചെയ്തു എന്ന് വിചാരിച്ചോളൂ, റമദാൻ മുഴുവൻ നോമ്പെടുത്തു, ഷവ്വാലിൽ 6 നോമ്പെടുത്തു, എല്ലാ വ്യാഴവും തിങ്കളും നോമ്പാണ്, ഖുർആൻ ഒക്കെ ഉണ്ട്, എന്നാലും അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അങ്ങനെ പറയാവൂ. ഈ സംഭവം ആലോചിച്ച് നോക്കൂ. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭനായ പണ്ഡിതൻ, കച്ചവടക്കാരൻ, മുഹദ്ദിസ്, മുജാഹിദ്, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന ആൾക്കാണ്. അത് പറയാ, അങ്ങനത്തെ എല്ലാ ഗുണങ്ങളുമുള്ള മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, അബ്ദുല്ലാഹി മുബാറക് എന്ന മഹാനെ, ഒരു മനുഷ്യൻ ഒരാളെ നടുറോട്ടിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ തല്ലിക്കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അവനേക്കാളും ഉത്തമൻ ഞാൻ തന്നെയാണല്ലോ, ഞാനത് ചെയ്തിട്ടില്ലല്ലോ, അവനേക്കാളും മെച്ചം ഞാൻ തന്നെയാണ് എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. നോക്കണം, മനസ്സുകളെ ചികിത്സിക്കുന്ന അർബാബുകൾ, മനസ്സുകളെ ചികിത്സിക്കുന്ന അതിബ്ബാഉകൾ, ഡോക്ടർമാരിൽപ്പെട്ട പ്രഗത്ഭനായ ഡോക്ടറാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. ഒരാൾ വെറുതെ ഒരാളെ തല്ലിക്കൊല്ലുന്നത് കണ്ടപ്പോൾ നമ്മൾ കാണുന്നില്ലേ വീഡിയോകളിലൊക്കെ, ഇറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും നിസ്സാര വിഷയം പറഞ്ഞിട്ട് ഈ ഉമ്മത്തിലെ പാവപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ ദളിത് വർഗക്കാര്, അശരണരായ അബലകളായ ആളുകളെ മനുഷ്യന്മാർ തല്ലിക്കൊല്ലുന്നത്. അത് കാണുമ്പോൾ പറയും, ഇവനേക്കാളൊക്കെ മെച്ചം ഞാൻ തന്നെയല്ലേ, അവരെക്കാളൊക്കെ നല്ലത് ഞാൻ തന്നെയല്ലേ. ആ ഒരു സ്വാഭാവികമായ ചിന്ത എന്റെ മനസ്സിൽ വന്നു ഇമാമേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവർ കൊടുത്തൊരു മറുപടി വല്ലാതെ ചിന്തിപ്പിക്കുന്ന മറുപടിയാണ്. അംനുക അലാ നഫ്സിക അശദ്ദു മിൻ ദംബിഹി, ആ മനുഷ്യൻ ചെയ്ത പാപത്തെക്കാളും വലുത് നീ നിന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് വിചാരിക്കലാണ്. നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ ഉഷാറാണെന്ന നിന്റെ തോന്നലാണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റിനേക്കാളും വലുത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപക്ഷെ ആ പാപി തൗബ ചെയ്ത് മടങ്ങിയേക്കാം, അവൻ തൗബ ചെയ്ത് നന്നായേക്കാം. 100 ആളെ കൊന്നവർക്ക് അല്ലാഹു തൗബ കൊടുത്തില്ലേ? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസല്ലയോ അത്? അവര് നന്നായേക്കാം. നമ്മൾ ഉഷാറാണ്, നല്ലവരാണെന്ന് പറഞ്ഞ് ഒരു അഹംഭാവം വരികയും നമുക്കൊരു ധിക്കാരം തോന്നുകയും, ഞാൻ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ ഒരു നിസ്കാരം ഖളാ ആക്കിയിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ ഒരു ഫർദായ കാര്യം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ തുടങ്ങി നമ്മൾ നമ്മളെപ്പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ എന്തോ ആണെന്ന തോന്നൽ നമുക്ക് വന്നുപോയേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മനുഷ്യന്റെ പാപത്തേക്കാൾ വലുത് നിന്നെപ്പറ്റി എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നതാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്മാര് പറയും, റുബ്ബമാ അസ്റൽ അബ്ദു അലാ ദംബിൻ ഫമാത അലൈഹി. നമ്മുടെ യുവാക്കളോട് പറയുന്നു, പെണ്ണുങ്ങളോട്, യുവതികളോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, നമ്മൾ നിരന്തരമായി ചെയ്യുന്ന തെറ്റേതാണോ ആ തെറ്റിലായിരിക്കും അല്ലാഹു നമുക്ക് മരണം നൽകുന്നത്. ശരിക്ക് പേടിക്കണം. റുബ്ബമാ അസ്റൽ അബ്ദു അലാ ദംബിൻ ഫമാത അലൈഹി. ചില ആളുകളൊക്കെ ഇന്ന് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ്, എത്രയോ ആളുകൾ പേഴ്സണലായിട്ടും അല്ലാതെയും വിവരമറിയിക്കുന്നു, തിന്മകൾ കാണുന്ന വീഡിയോകൾ കാണാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന്. അനാവശ്യമായ അശ്ലീലങ്ങൾ തൻ്റെ മൊബൈൽ ഫോണുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ ദിനേനയോ മാസത്തിൽ ഒരിക്കലോ അത് കാണാതെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്ന്. ഇന്ന് ലോകത്ത് വന്ന ഏറ്റവും വലിയ വിപത്താണത്. അൽ ഇസ്റാറു അല ദംബി. ഏത് ചെറിയ തെറ്റുപോലും നിരന്തരം ചെയ്താൽ അത് വലിയ തെറ്റുകളായി മാറുമെന്ന് മഹാനായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും കാണാതെയോ ആരും അറിയാതെയോ നമ്മൾ മദ്യപിക്കുന്നതോ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അശ്ലീലങ്ങൾ ചെയ്യുന്നതോ കാണുന്നതോ കേൾക്കുന്നതോ നമുക്ക് ആനന്ദമാണെങ്കിൽ, നമ്മൾ മരിക്കുന്ന നേരത്ത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മൊബൈൽ ഫോൺ ഓണായിരിക്കാം. നമ്മൾ മരിച്ചു കിടക്കുന്നു, മരിച്ച മയ്യത്തിനെടുക്കാൻ ആളുകൾ വന്ന് നോക്കുമ്പോൾ അവന്റെ മൊബൈലിൽ കാണുന്നത് മോശമാണ്. മരിച്ച മയ്യത്തിന് ആളുകൾ എടുക്കാൻ വരുമ്പോൾ അവൻ്റെ അടുത്ത് മയക്കുമരുന്നിന്റെ ലഹരിയുടെ സാധനങ്ങൾ പരിസരത്തുണ്ട്.
മരിച്ചു കിടക്കുന്ന മനുഷ്യനെ എടുത്തു പൊക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ കിടക്കുന്നത് വേശ്യാലയത്തിലാണ്, അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യുന്നിടത്താണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ നിരന്തരമായി ഒരു തെറ്റിനെ സ്നേഹിക്കുകയും ഒരു തെറ്റിനെ പ്രണയിക്കുകയും ചെയ്താൽ അവർക്ക് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. ഇന്നമാ യുബഅസുന്നാസു അലാ മാ മാതു അലൈഹി, ജനങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കരുതലോടെ ഇരിക്കണം. നമ്മുടെ കണ്ണും കാതും കൈയും ശരീരവും മനസ്സും ഹാർട്ടും ലിവറും ലങ്സുകളും പാൻക്രിയാസും ഇതെല്ലാം തന്നത് നമ്മളല്ല. നമ്മളാണോ നമുക്ക് ഫിറ്റ് ചെയ്തത്? അല്ലല്ലോ. ഇതൊരാൾ നമുക്ക് തന്നവനാണ്. അതാണ് അല്ലാഹു ജല്ല ജലാലു. അവൻ ഇഷ്ടപ്പെടുന്നിടത്തേ നമുക്കിതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്ത് മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതം അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ഒരൽപ്പം തഖ്വയും ഈമാനും കൂടെ കലർത്തിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ, അവരുടെ ശിഷ്യന്മാരിൽ പെട്ട ചില ശിഷ്യന്മാർ ചിരിക്കുന്നത് കണ്ടപ്പോ, പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ ചോദിച്ചത്രേ, ഹൽ അലിംത ഇൽമല്ലാഹി ഫീക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെക്കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കറിയുമോ? നീ നാളെ രക്ഷപ്പെടുമെന്നോ പരാജയപ്പെടുമെന്നോ എന്താണ് നിന്നെക്കുറിച്ച് എഴുതി വെച്ചത്? രക്ഷപ്പെടുന്ന അറിയുന്നവരല്ലേ ചിരിക്കാൻ പറ്റൂ. ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്കല്ലേ സന്തോഷിക്കേണ്ടതുള്ളൂ. പരാജയപ്പെടുന്നവൻ എന്ത് സന്തോഷിക്കാനാ? നിനക്ക് നിന്നെപ്പറ്റി എന്താ എഴുതി വെച്ചതെന്നറിയുമോ? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ എന്തിനാണ് ഈ ചിരി എന്ന് ചോദിച്ചു മഹാനായ അൽ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. മുഅ്മിനെ, നമ്മൾ വല്ലാണ്ട് സന്തോഷിക്കുകയും വല്ലാതെ ചിരിക്കുകയും തമാശയും ചിരിയും ടിക്ടോക്കും വീഡിയോസും ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. വെറുതെ ലെറ്റ്സ് ഹാവ് ഫൺ അല്ലേ, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം, രസമാവട്ടെ. അല്ലാഹുവേ, നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഏതാണ് ഈ ജീവിതത്തിൻ്റെ വില? നമ്മുടെ സെക്കൻഡുകളുടെ വില എത്രയാണ്? നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മുഅ്മിനെ?